ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നല്ലൊരു ഹൈ റേഞ്ച് കയറ്റമൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറേ ലോങ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പെഡൽ താന്നുപോയി, അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതെ വന്നു. ഇപ്പോൾ ബ്രേക്ക് പെഡൽ താന്നു പോയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബ്രേക്ക് കിട്ടാതെ വന്നു. ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് പെഡൽ കുറച്ച് താഴുന്നുണ്ട്, പക്ഷേ ബ്രേക്ക് കിട്ടുന്നില്ല. അതായത് നമുക്ക് ബ്രേക്ക് ചവിട്ടിയിട്ട് പെഡൽ മാത്രം താഴുന്നുണ്ടെന്നല്ലാതെ വാഹനം നിൽക്കുന്നില്ല. ശരിക്കും ഒബ്വിയസ്ലി നമ്മളെല്ലാം പാനിക്കായി പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. കാരണം നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വാഹനം നിൽക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ഒരു കാരണവശാലും വരാതിരിക്കട്ടെ, പക്ഷേ എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്? ടെൻഷൻ ആകരുത് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം. പക്ഷേ ടെൻഷൻ ആകാതിരിക്കത്തില്ല. കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ടെൻഷനാകും. പക്ഷേ ടെൻഷൻ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തന്നേക്കാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ശരിക്കും ഒരു അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ, ഏകദേശം ഒരു 60 അല്ലെങ്കിൽ 65 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് നമുക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഡനായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 കാര്യങ്ങൾ ഞാൻ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് തരാം. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് കിട്ടുന്നില്ലെങ്കിൽ ടെൻഷൻ ആകരുത്, ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ പോകരുത്. കാരണം നമുക്കറിയാം ഹാൻഡ് ബ്രേക്ക് വലിച്ചാൽ നമുക്ക് കിട്ടും. വേറൊന്നും കൊണ്ടല്ല, ഹാൻഡ് ബ്രേക്ക് മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേബിൾ ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് ഫ്ലൂയിഡ് വർക്ക് ചെയ്തല്ല ബ്രേക്ക് കിട്ടാതെ വരുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടുന്നത് കേബിൾ ആയതുകൊണ്ട് നമുക്കത് വലിച്ചാൽ കിട്ടും. പക്ഷേ എന്തുകൊണ്ട് ഞാൻ വലിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചാൽ വാഹനം ഒരു സൈഡിലോട്ട് തെന്നി കറങ്ങാനുള്ള ചാൻസ്, അതായത് വാഹനം മറിയാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ബാക്കിലത്തെ ബ്രേക്ക് മാത്രമാണ് പിടിക്കുന്നത്. ഇൻ കേസ് അത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാം, പക്ഷേ വളരെ ഗ്രാജുവലായിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്തു. ഇപ്പം നിങ്ങൾ ബ്രേക്ക് കിട്ടാതെ വരുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ച് നിർത്താൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വലി ഇങ്ങനെ ഒരു കാരണവശാലും വലിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പണി കിട്ടുന്നൊരു കേസാണ്. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പതുക്കെ ഹാൻഡ് ബ്രേക്ക് ഇത് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഇത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പതുക്കെ ഒന്ന് വലിക്കുക, എന്നിട്ട് വിടുക, ഒന്നുകൂടെ വലിക്കുക, വിടുക. ഈ ഒരു പ്രോസസ്സ്, അതായത് ക്യാച്ച് ചെയ്യുന്നു വിടുന്നു, ക്യാച്ച് ചെയ്യുന്നു വിടുന്നു, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി ഹാൻഡ് ബ്രേക്ക് നമ്മുടെ വാഹനത്തിന് മടുപ്പാണെന്നുണ്ടെങ്കിൽ, കിട്ടുന്നില്ല, കുറവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ മിക്കവാറും ഒരു 5th ഗിയറിൽ തന്നെ ആയിരിക്കും പോകുന്നത്. 5th നിന്ന് നേരെ ഇത് 4th ഇടുക. ഇതൊക്കെ സമയം ഉണ്ടെങ്കിലുള്ള കേസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ വാഹനം ബ്രേക്ക് ചെയ്യാനുള്ളൊരു സമയം, അതായത് ഫ്രണ്ടിൽ വാഹനം ഇല്ല, നമുക്ക് ബ്രേക്കിംഗ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ മാത്രം 5th 4th 3rd 2nd 1st എൻഗേജ് ചെയ്യിക്കുക. ഇനി അതല്ല, നമ്മുടെ വാഹനം സഡനായിട്ട് നമുക്ക് നിർത്തിയേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ 5th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം നേരെ 2nd ഗിയറിലോട്ട് ഇട്ട് കഴിഞ്ഞ് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം ഓൺ ദ സ്പോട്ടിൽ നന്നായിട്ട് കുത്തി അതിൻ്റെ സ്പീഡ് വളരെ കുറയും. അന്നേരം തന്നെ നേരെ 1st ഗിയറിലോട്ട് ഇട്ടോണം. അതായത് 2nd നേരെ ഫസ്റ്റ് ഒന്നും നോക്കണ്ട, ഫസ്റ്റിലോട്ട് ഇട്ടോണം. ഇട്ടതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു കഴിഞ്ഞാൽ വാഹനം ഉറപ്പായിട്ട് നിൽക്കുന്നതായിരിക്കും. ഹാൻഡ് ബ്രേക്ക് വലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ നിങ്ങൾക്ക് അന്നേരം പേടിയുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന ഹാൻഡ് ബ്രേക്ക് വലിക്കണം. ഒരു കാരണവശാലും വാഹനം ഓഫ് ആക്കരുത്. കാരണം പലരുടെയും ചിന്തയാണ് വാഹനം ഓഫ് ആക്കി കഴിഞ്ഞാൽ അങ്ങ് നിന്ന് പോകുന്നുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ വാഹനത്തിൻ്റെ കീ ഓഫ് ചെയ്യരുത്. അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റിസ്ക് ഫാക്ടേഴ്സാണ്. നമ്മുടെ സ്റ്റിയറിംഗ് ലോക്കായി പോകും. താക്കോൽ എടുക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന സ്റ്റിയറിംഗ് ലോക്കേ ആയിപ്പോയി. ഇതിപ്പം സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റും, പവർ സ്റ്റിയറിംഗ് കട്ടാവുന്ന മാത്രമേ ഉള്ളൂ, പമ്പ് വർക്ക് ചെയ്തില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കാരണവശാലും വാഹനം ഓഫ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് വലിക്കാൻ പാടില്ല. അത് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്യുന്ന പോലെ തന്നെ, ഒന്ന് അപ്പ് ഡൗൺ, ഇത് പതുക്കെ ഗ്രാജുവലായിട്ട് ചെയ്യണം. സമയമുണ്ടെങ്കിൽ ഇത് ഞാൻ എടുത്ത് പറയുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5th നിന്ന് നേരെ 2nd ഇടുക. വാഹനം സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നൊരു ഫീലും കിട്ടുന്നതായിരിക്കും, സ്പീഡും കുറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നേരെ ഫസ്റ്റിലോട്ട്, ഒറ്റയടിക്ക് ഫസ്റ്റിലോട്ട് ഇടരുത്, അത് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. 2nd ഇട്ടതിന് ശേഷം, അത്രയും സ്പീഡ് കുറഞ്ഞതിന് ശേഷം മാത്രം ഫസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം നിർത്താൻ സാധിക്കും. എന്നിട്ട് സൈഡിലോട്ട് ഒതുക്കി ഹാൻഡ് ബ്രേക്ക് വലിക്കാം. ഇനി ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്ത വാഹനമാണെങ്കിൽ ഓഫ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഫസ്റ്റ് ഗിയർ ഇട്ടിരിക്കണം, എന്നിട്ട് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനം തന്നെ നിന്ന് പോയിക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിരിക്കില്ല. പക്ഷേ വാഹനത്തിൻ്റെ കീ ഓഫ് ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഹാൻഡ് ബ്രേക്ക് മോശമാണ്, വേറെ ഓപ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്താലും കുഴപ്പമില്ല. അതുപോലെ സ്പീഡ് കുറഞ്ഞ്, അതായത് ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ താഴെ പോയതിന് ശേഷം മാത്രം ഈ പറഞ്ഞ കാര്യം ചെയ്യാം. കുറച്ചവർക്ക് സംശയം കാണുമായിരിക്കും, എന്തുകൊണ്ട് ഈ വാഹനത്തിന് ബ്രേക്ക് കിട്ടാതെ വന്നു? പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ
ബ്രേക്ക് ഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളൊരു ഹൈ റേഞ്ചാണ് ഓടുന്നത്. അതായത് ഹൈ റേഞ്ചിൻ്റെ ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത്, അതായത് ചവിട്ടി തന്നെയാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിന് ബ്രേക്ക് കിട്ടത്തില്ല. കാരണം ബ്രേക്ക് ഫ്ലൂയിഡ് ഹീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു എന്താ പറയുന്നത്, അതിനകത്തൊരു എയറിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ബബിളിൻ്റെ അംശം ഉണ്ടാകും. കാരണം അതിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ചെറിയ ബബിൾസ് വരും. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഈ ബബിൾസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബ്രേക്ക് കിട്ടാതെ വരും. അതുകൊണ്ടാണ് പലപ്പോഴും ബ്രേക്ക് കിട്ടാതെ വരുന്നത്. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചിലർ ടയറിൽ ചൂടായെന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടും, പക്ഷേ ബ്രേക്കിൻ്റെ ഡിസ്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ, അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന ഡിസ്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പെട്ടെന്ന് ഹീറ്റായിട്ടിരിക്കുന്ന സമയത്ത് ഉടനെ വെള്ളം കോരി ഒഴിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്. അത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാരണമാണ്. ഇങ്ങനൊരു ബ്രേക്ക് കിട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ കുറച്ചേരം ഒന്ന് ഒതുക്കിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വാഹനം ഫ്രീ ആയിട്ടൊരു സൈഡിലോട്ടൊന്ന് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ഹീറ്റ് മാറുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചിട്ട് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് മാറിത്തരാൻ അവിടെ റെക്കമെൻഡ് ചെയ്യണം. അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് മാറണം എന്ന് തന്നെ പറയണം. അങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്നതായിരിക്കത്തില്ല.